ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ പൂരി ആൻഡ് എഗ് റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ എഗ് റോസ്റ്റാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിന് ഓയിൽ ഒഴിച്ചു. ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുക്കാം. കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേവിച്ച് മാറ്റി വെച്ച എഗ്ഗും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് മസാലയും എഗ്ഗും നന്നായിട്ടൊന്ന് ചേർത്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എഗ് റോസ്റ്റ് റെഡി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് പൊട്ടറ്റോ പൂരി റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ 2 പൊട്ടറ്റോ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. അതിലേക്ക് 1 സ്പൂണ് റവ ചേർത്ത് കൊടുത്തു. 1 കപ്പ് മൈദയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിച്ചപ്പും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പൂരിക്കും ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കാം. ഇനി ഞാനിത് ചെറിയ ബോളായി എടുത്ത് പൂരിയുടെ ആ ഒരു സൈസിൽ പരത്തിയെടുക്കുകയാണ്. ഒരൽപ്പം മൈദപ്പൊടി ചേർത്ത് ചെറിയ റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി എണ്ണയിൽ വറുത്തെടുക്കാം. ഇത് ശരിക്കൊരു പൂരി പരുവമാണെങ്കിലും നമ്മൾ സാധാരണ പൂരി കഴിച്ചാലുണ്ടാവുന്ന ആ ഒരു മടുപ്പ് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇതിൽ പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് എന്നെ അറിയിക്കണേ കമൻസിൽ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അത് പൊട്ടറ്റോ പൂരിയും മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു.